എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. ചന്ദനൂർ സർവീസ് റോഡിലൂടെ നടന്നു വന്ന പെൺകുട്ടികൾ കാനയിൽ വീണ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദേശീയപാത 66-ൽ ചന്ദനൂർ സർവീസ് റോഡിലൂടെ നടന്നു വന്ന 2 പെൺകുട്ടികൾ കാനയിൽ വീണ സംഭവത്തിൽ അധികാരികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ചന്ദനൂർ പാലം സ്റ്റോപ്പിലാണ് സംഭവം ഉണ്ടാവുന്നത്. റോഡരികിൽ പെയ്ത്തുവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ യുവതികൾ 2 പേരും കാനയിലേക്ക് തെന്നി വീഴുകയായിരുന്നു. ഈ സംഭവം സമീപത്തെ കടക്കാരൻ മൊബൈൽ ക്യാമറയിൽ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകി. ഇത് ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തുവരികയായിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസും മറ്റ് അധികാരികളും സ്ഥലത്തെത്തി കാനയ്ക്ക് ചുറ്റും റിബൺ കെട്ടുകയും മോട്ടോർ ഉപയോഗിച്ച് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മാറ്റുകയും ചെയ്തു. കുഴിയിൽ വീണ കുട്ടികളെ കുറിച്ച് യാതൊരു വിവരം ലഭിച്ചിട്ടില്ല. ഇവരുടെ മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും ചെളിവെള്ളത്തിൽ നാശമായിരുന്നതായി ദൃക്സാക്ഷി രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ 2 കുട്ടികൾ വെള്ളത്തിൽ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടികൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. വല്ലാത്തൊരു മുഖത്തൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുങ്ങൾ പോക്ക് കണ്ടപ്പോൾ തന്നെ ഒന്നും ആരോടൊന്നും പറയാൻ നിന്നില്ല. നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. തിരിച്ച് 1 മണിക്കൂർ ശേഷം വീട്ടിൽ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെയുള്ളതൊന്നുമില്ല, ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയി നിങ്ങൾ ഡ്രസ്സൊക്കെ മാറിയെന്ന് പറഞ്ഞു. കൂട്ടുകാരുടെ വീട്ടിൽ പോയാൽ ഡ്രസ്സെല്ലാം മാറിയത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഡ്രസ്സൊന്നും കിട്ടിയാൽ കൊള്ളാം. ഇല്ല ഞങ്ങളുടെ ഫോട്ടോ ഇപ്പം തന്നെ ടി വിയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ അഡ്രസ്സൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്തത്. ഭയങ്കര മഴയായിരുന്നല്ലോ, ഇവിടെ കംപ്ലീറ്റ് വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇവരത് അറിയാതെ അത് കൂടി വന്നിട്ട് അവിടെ ക്രോസ് ചെയ്തതാണ്. ആ കുഴി കുഴിയാണെന്നത് അവർക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഒരു കുട്ടി വീണു, അതിനെ പിടിച്ചെണ്ണിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മറ്റേ കുട്ടി വീണു. ആകെ അവരുടെ മൊബൈലും ഇതിലൊക്കെ ആകെ എണീറ്റ് പോയി. പള്ളുരുത്തി സ്വദേശികളായ പെൺകുട്ടികൾ ചന്ദനൂർ പാലത്തിന് സമീപമുള്ള കൂട്ടുകാരുടെ വീട്ടിലെത്തിയതാണെന്നും എന്തോത്തോട് പറഞ്ഞിരുന്നു. റോഡിലെ കുഴിയിൽ വീണ പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകിയാൽ ഇവർക്ക് നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചന്ദനൂർ.